പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സൗമ്യൻ കാലം പ്രാർത്ഥിക്കായി പാട്ടിൽ മോശെ പോன்று ബാബയുടെ ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള വിളംബര ജാഥ ഇന്ന് രാവിലെ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ പരിശുദ്ധന്റെ പ്രത്യേകതകൾ, അദ്ദേഹത്തിന്റെ ജീവിതശൈലികൾ, അദ്ദേഹത്തിലൂടെ മലങ്കര മണ്ണിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ ദേശത്തോട് അറിയിച്ചുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ആ പെരുന്നാളിന്റെ മുന്നോടക്കമായി കടന്നു വന്നിട്ടുള്ള ഈ ജാഥ നമ്മുടെ പരിശുദ്ധ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നു. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കുറെ വൈകിയാണ് ഇന്ന് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരത്തെ എനിക്ക് വളരെ സന്തോഷമായി വളരെ പകലുള്ള സമയത്ത് തന്നെ എത്തിച്ചേർന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് ആ ബാബയുടെ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന വിളംബര ജാഥയ്ക്ക് വളരെ പള്ളി ഇടവകയുടെ ട്രസ്റ്റിമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭരണകർത്താക്കൾ, പ്രിയ വിശ്വാസികളുടെ സമൂഹങ്ങൾ, മഹാപരിശുദ്ധനായിരിക്കുന്ന എൽദോമാർ ബസേലിയോസ് അവാർഡ് 339ാമത് ഓർമ്മ പെരുന്നാളിനനുബന്ധിച്ച് തലശ്ശേരി പരിശുദ്ധമാവ കേരളത്തിൽ ആദ്യമേ വന്നിറങ്ങി എന്നറിയപ്പെടുന്ന തലശ്ശേരി കടപ്പുറത്തു നിന്നും രാവിലെ തുടങ്ങിയ വിളംബര ജാഥ ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഈ ബഹുമാനപ്പെട്ട പള്ളിക്കാര്യത്തിൽ നിന്നും ബഹുമാന വികാരി അച്ഛൻ്റെയും ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ നൽകുന്ന ഈ സ്വീകരണത്തിന് കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയുടെ വികാരിയുടെയും സഹവികാരിമാർ, പള്ളിയിലെ ഭരണസമിതി അംഗങ്ങളുടെ പേരുള്ള നന്ദിയും സ്നേഹവും ദയവായി അറിയിക്കുന്നു. പരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ സെപ്റ്റംബർ മാസം 25-ാം തീയതി കൊടിയേറി ഒക്ടോബർ 4 വരെ നടത്തപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരെയും പെരുന്നാളിലേക്കും പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിലേക്കുമായി പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധന്റെ കൂട്ടും കാവലും നമ്മുടെ എല്ലാ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നിങ്ങളിപ്പോൾ 3 വർഷത്തോളമായി ഈ തീർത്ഥയാത്ര കടന്നു വരുന്നു. ഈ 3 വർഷവും അതിഗംഭീരമായൊരു സ്വീകരണം ചാലിശ്ശേരിക്കാർ തരുന്നു. ഒരിക്കലും മറക്കാത്ത അന്ത്യോക്യ മലങ്കര ബന്ധം എന്ന് നിലനിൽക്കുവാൻ പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും ഒക്കെ മധ്യസ്ഥയിൽ അഭ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഈ ദേവാലയം ഒത്തിരി വിഷമതകളിലൂടെ കടന്നു പോവുകയാണ്. മാതൃദേവാലയം വിട്ട് വേറൊരു ദേവാലയം പണിയേണ്ട ഒരവസ്ഥയിൽ ഇവരുടെ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. മഹാപരിശുദ്ധനായ എൽദോമാ ബസേലിയോസ് ബാവ ഈ ദേശത്തേക്ക് കടന്നു വന്നത് ഇവിടുത്തെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ്. ഇവിടുത്തെ മറ്റ് അനാചാര വിശ്വാസങ്ങളെല്ലാം മാറ്റുവാനും അന്ത്യോക്യ മലങ്കര ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുവാനും ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാനും ക്രൈസ്തവത ഈ ദേശത്ത് നിൽക്കുവാനുമായിട്ട് പരിശുദ്ധ ബാവ ആഗ്രഹിക്കുകയും ഈ ദേശത്തെ മക്കളുടെ കണ്ണുനീർ കണ്ടുകൊണ്ടാണ് പരിശുദ്ധ ബാവ സത്യവിശ്വാസം നിലനിർത്തുവാൻ ദേശത്തേക്ക് കടന്നത്. ആ പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ നമുക്ക് അഭയപ്പെടാം. വരുംകാല ഗവൺമെന്റുകളും ഒക്കെ ഇതിന് നല്ലൊരു തീരുമാനമുണ്ടാക്കുവാൻ വേണ്ടി പരിശുദ്ധന്റെ സന്നിധിയിൽ, പരിശുദ്ധ ദൈവമാതാവിന്റെ സന്നിധിയിൽ നമുക്ക് അഭയപ്പെടാം. ഈ ദേവാലയത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കോതമംഗലംകാരായി നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഈ ദേവാലയത്തോട് പ്രത്യേകമായി അറിയിക്കുന്നു. ഇവിടെ നിന്ന് ചെയ്തു വരുന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.